മുന്നേറ്റത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും AT അശ്വതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിനു പിന്നാലെ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഹർഷിനയുടെയും സമരസമിതിയുടെയും തീരുമാനം. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ഉണ്ട്. റിയാസ്, കുറ്റപത്രം ഇന്നാണ് സമർപ്പിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിര 6 വർഷത്തിന് ശേഷം KK ഹർഷിനയ്ക്ക് നീതി ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് സർക്കാർ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. അതിന് പിന്നാലെ ആ അനുമതി ലഭിച്ചതോടുകൂടി ഈ കേസ് അന്വേഷിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇന്ന് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ സാങ്കേതികമായി മറ്റൊരു നിയമ പോരാട്ടത്തിന് കൂടി തുടക്കം കുറിക്കും. ഹർഷിനിക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ തൻ്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്നുണ്ടായ ആ വിഷമം, അതിനെ തുടർന്ന് അവർക്ക് നേരിടേണ്ടി വന്ന ശാരീരിക അവശത, തുടർ ചികിത്സകൾ, അവർ നടത്തേണ്ടി വന്ന പോരാട്ടം, അതിനുവേണ്ടി വന്ന കടബാധ്യത തുടങ്ങിയ എല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള നഷ്ടപരിഹാര തുക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാകും. അതിന് കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാലുടൻ അതിൻ്റെ പകർപ്പ് ലഭിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് ഹർഷിന നീങ്ങും. അതിനുശേഷം സമരസമിതിയുടെ സഹായത്തോടുകൂടി അവർ ഹൈക്കോടതിയെ സമീപിക്കും. 1 കോടി രൂപയാണ് അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെടുക എന്നാണ് സമരസമിതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 6.5 വർഷം ഹർഷിനയ്ക്ക് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ ലക്ഷങ്ങളുടെ കടബാധ്യത തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ 10%, എത്രയാണോ നമ്മൾ നഷ്ടപരിഹാര തുക ആവശ്യപ്പെടുന്നത് അതിൻ്റെ 10% കോടതിയിൽ കെട്ടിവെക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ തുക ഹർഷിനയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് കണ്ടെത്തുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ സമരസമിതി ഇപ്പോൾ ഒരു പദ്ധതി ഇട്ടിട്ടുള്ളത് ജനകീയ സഹായത്തോടുകൂടി, ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഹർഷിനയ്ക്ക് ആവശ്യമായ നിയമസഹായ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജി ഫയൽ ചെയ്യുക, അതിനാവശ്യമായ കാര്യങ്ങളിലേക്ക് സമരസമിതി നീങ്ങിയിരിക്കുന്നു. എന്തായാലും ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കുന്നമംഗലം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കും. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ CK രമേശിനൊപ്പം തന്നെ ഡോക്ടർ M ഷഹന, ഒപ്പം തന്നെ ഇപ്പോഴും അവിടെ സ്റ്റാഫ് നഴ്സുമാരായി പ്രവർത്തിക്കുന്ന M രഹന, KG മഞ്ജു എന്നിവരാണ് 1 മുതൽ 4 വരെ പ്രതികൾ. ഇവർക്കെതിരെയാണ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആതിര. ശരി റിയാസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കുന്നമംഗലം കോടതിയിലെ